അങ്ങനെ ഊട്ടിയിലേക്കുള്ള യാത്ര കഴിഞ്ഞിട്ടില്ല. നല്ല തേയിലത്തോട്ടങ്ങളുണ്ട് ഇവിടെ കാണാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തേയിലത്തോട്ടങ്ങൾ, എവിടെ വണ്ടി നിർത്തുകയൊന്നും ചെയ്തിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ നിർത്തി അന്ന് ഫോട്ടോ എടുക്കായിരുന്നു എന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എവിടെ നിർത്തുന്നില്ല, ഡ്രൈവർ അതൊന്നും കേൾക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാ അവിടെ നല്ല എന്താ പറയുക, കടകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന സംഭവം കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരുപാട് ചെടികൾ എന്ന് പറയുന്നത് നല്ല എന്താ പറയുക, കാണാൻ പൂ വിരിഞ്ഞ് നിൽക്കണമെന്നും അങ്ങനെ കാണാനില്ല. കുറച്ച് പൂവുകളെ ഇവിടെ വിരിഞ്ഞ് നിൽക്കണുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല വ്യൂ കാണുന്നുണ്ട് കണ്ടോ. ഇതെന്തോ ഒരു ചെടിയാണ്, ഒരു 10 മണി പോലെ വിരിഞ്ഞിങ്ങനെ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും. ഇനി നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോവാം. പിന്നെ ഇത് മീൻ വളർത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നല്ല വലിയ വലിയ മീനുകളെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ എല്ലാവരും വരിയായി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വലിയ മീനിനെ കാണിച്ചു തരാം. ഇതുണ്ടോ ഇവിടെ കിടന്ന് നമ്മൾ കുത്തി മറയുന്നു. പിന്നെ ഞങ്ങൾ ഉള്ളോട്ട് ഇങ്ങനെ കയറിപ്പോവാം. കണ്ടില്ലേ. അപ്പം ഞാനിവിടെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. സത്യം പറയാമല്ലോ, ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല രസത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇവിടെ ഇരിക്കാനും കിടക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളായിരുന്നു. പിന്നെ ബുഷ് ഇങ്ങനെ കുറ്റിച്ചെടി പോലെ ഇങ്ങനെ വളർത്തിയിട്ടുണ്ട്. എടുത്തുമ്പോൾ കണ്ട ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നിൽക്കുന്നു. പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു മല പോലെയാണ് കേട്ടോ, 2 സൈഡ് ഇങ്ങനെ വളർത്തി ഉണ്ടാക്കിയിട്ട്. അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ ഉള്ളോട്ട് കയറി ചെല്ലുമ്പോൾ നല്ല കൗതുക കാഴ്ചകൾ പോലെയുള്ള സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.